പിന്നത്തെ വിഷയം ഈ സയൻസ് ആണോ ഏറ്റവും വലുത് അതോ ഈ ദൈവിക ശക്തിയാണോ ഏറ്റവും വലുത്? സയൻസ് ഒരുപാട് സംഗതികൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇന്ന് ഫോണിലൂടെ നമുക്ക് ഒരു ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് അങ്ങനെ വീഡിയോ അങ്ങനെ ഒരുപാട് സംഗതികൾ സ്പേസ് വരെ മനുഷ്യൻ എത്തി. പക്ഷേ ദൈവത്തിൻ്റെ ശക്തി എന്തുകൊണ്ട് പഴയ രീതിയിലാവുന്നു എന്നൊക്കെ പറഞ്ഞത് ദൈവത്തിൻ്റെ ശക്തി നമുക്ക് ശരിക്കും മനസ്സിലാവാത്തതുകൊണ്ടാണ്. കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്ത് അശരീര രൂപത്തിൽ സന്ദേശങ്ങൾ പോയിട്ടുണ്ടല്ലോ, ശബ്ദരൂപത്തിൽ പോയിട്ടുണ്ടല്ലോ, വീഡിയോ രൂപത്തിലും കാണുന്നുണ്ടായിരുന്നല്ലോ നാരദനൊക്കെ. അപ്പോൾ മനുഷ്യരാശി കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ ഉണ്ട്. പക്ഷേ അവർക്ക് അതിൻ്റെതായ രീതിയിലായിരിക്കും ആ ശക്തി ഉണ്ടാവുക. ഇപ്പോൾ രാവണൻ തട്ടിക്കൊണ്ടുപോയത്, സീതീനെ തട്ടിക്കൊണ്ടുപോയത് പുഷ്പക വിമാനത്തിലാണ്. എത്രയോ നൂറ്റാണ്ടുകൾ മുമ്പ് വിമാനമാണ് ഉണ്ടായത്. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് പൗരാണികതയും ഇന്നത്തെ ഇതും കമ്പാരിസൺ ചെയ്യുകയല്ല ചെയ്യുന്നത്. നമുക്ക് അറിയാത്ത പല കാര്യങ്ങളുണ്ട്. ഈ പ്രകൃതി ഈ കാര്യങ്ങളൊക്കെ നേടുന്നത് അതിൻ്റെതായ വഴിയിലൂടെയാണ്. നമ്മൾ ചിന്തിക്കുന്നവരെ പ്രകൃതി മൊബൈൽ വഴിയല്ല. മൊബൈൽ എന്നത് മനുഷ്യൻ കണ്ടുപിടിച്ച ഒരു സാധനമാണ്. പ്രകൃതിയുടെ വകയുണ്ട്. ഇപ്പം എന്താ അദൃശ്യനാവുന്നുണ്ട് ഇല്ലേ? പൗരാണ കഥയിൽ അദൃശ്യനാവുന്ന പ്രകൃതിയുടെ ഒരു ഉപകരണത്തിന് സഹായമില്ലാതെയാണ് ഇത് ചെയ്യുന്നത്. ഉപകരണം മനുഷ്യനാണ് വേണ്ടത്. മനുഷ്യന് എല്ലാ കാര്യവും സാധിക്കാൻ അതിൻ്റെതായ ഉപകരണമുണ്ട്. പ്രകൃതിക്ക് അത് വേണ്ട. പ്രകൃതി ഞൊടിക്കുള്ളിൽ മുമ്പിൽ പ്രത്യക്ഷപ്പെടാം ദൈവത്തിന്, ആ പരമശക്തിക്ക്. ശരിക്കും പറഞ്ഞാൽ പരാശക്തി എല്ലാ സ്ഥലത്തും ഉണ്ട്. അങ്ങനെ അതിന് പ്രത്യേകിച്ച് പ്രത്യക്ഷപ്പെടുന്ന ഒരു സ്ഥലത്തിന് വേറെ സ്ഥലത്തൊന്നുമില്ല. ഈ ലോകം തന്നെ ഉണ്ടാക്കിയത് ആ ഒരു ബ്രഹ്മശക്തിയാണ്. അപ്പോൾ അതിൻ്റെതായ പവറുണ്ടാവും. അതിന് ഇത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലല്ലോ, അതിൻ്റെതായ മീഡിയം ആവശ്യമില്ലല്ലോ. അത് വിചാരിച്ച് അതിനെ ഒരു സെക്കൻഡ് കൊണ്ട് ഭൂമി ഇല്ലാതാക്കാം. ദൈവത്തിനൊരു അദൃശ്യനാവാം, എന്തും വേണമെങ്കിലും. പിന്നൊരു കാര്യം ചിന്തിക്കേണ്ടത്, മനുഷ്യൻ ആ ദൈവം സൃഷ്ടിച്ച ഭൂമിയിലെ ചെറിയൊരു അംശം മാത്രമാണ്. അപ്പോൾ മനുഷ്യൻ എന്തോ ഒരു സംഗതി കണ്ടുപിടിച്ചപ്പോൾ ഞാൻ ഭയങ്കരം കണ്ടുപിടിച്ചു എന്ന് മനുഷ്യരാശിക്കുള്ളിൽ അവൻ കണ്ടുപിടിച്ചത് വലുതായിരിക്കാം. അത് പ്രകൃതി ശക്തിൻ്റെങ്ങാട്ടും വലുതൊന്നും കണ്ടുപിടിക്കാൻ പറ്റും. അത് പിച്ച വെച്ച് മനുഷ്യൻ ഓരോന്ന് കണ്ടുപിടിക്കുന്നത് വലിയ സംഭവമായിട്ട് തോന്നുകയാണ്. ഇതൊക്കെ ഓൾറെഡി പ്രകൃതിക്കൊക്കെ നിസ്സാരമായി അതിൻ്റെതായ മീഡിയത്തിലൂടെയാണ് അത് ചെയ്യുന്നത് മാത്രം. അതിന് മൊബൈലും അതിനും ഒരു ഇൻസ്ട്രുമെൻറ്റും സാറ്റലൈറ്റിനൊന്നും ആവശ്യമില്ല. അതിൻ്റെതായ ഉപകരണങ്ങളുണ്ടാവാം. കാറ്റ് വഴി അതിന് പ്രകൃതിയായ ശക്തികളുണ്ട്. പ്രകൃതിക്ക് അതിന് ഈ ഉണ്ടാക്കിയ മനുഷ്യനെ തന്നെ ഇല്ലാതാക്കുന്നില്ലേ? ആ മനുഷ്യനൊരിക്കലും പ്രകൃതി ഇല്ലാതാക്കാൻ പറ്റുന്നുണ്ടോ? ഒരിക്കലും മനുഷ്യന് പ്രകൃതി ശക്തിനെ ഓവർകം ചെയ്യാൻ പറ്റൂല. അതതിൻ്റെ തെറ്റിദ്ധാരണയാണ്. മനുഷ്യൻ പലതും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ പഠിച്ച് ആടെ എത്തിയിട്ട് എന്തെത്തിയാലും പ്രകൃതി ശക്തി മനുഷ്യൻ്റെ ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കണ്ടുപിടിച്ച് മനുഷ്യനൊരു പുതിയ ലോകം ഉണ്ടാക്കുമെന്നും ആ ലോകത്തെ മനുഷ്യൻ ഭരിക്കുമെന്ന രീതിയിലാണ് ഇപ്പം പോകുന്നത്. പഠിച്ച് വരുന്നുണ്ട്. ഒരു നിമിഷം കൊണ്ടാണ് ദിനോസർ യുഗം ഇല്ലാതാക്കിയത്. ഒരു നിമിഷം കൊണ്ടാണ് പല യുഗങ്ങളും മാറി മറന്നത്. ഒരു നിമിഷം വേണ്ട പ്രകൃതിക്ക് ഈ ഭൂമി ഇല്ലാതാക്കാൻ. സൃഷ്ടിച്ച ആ പ്രകൃതിക്ക് തൻ്റെ കര തിരിച്ചു പിടിക്കാൻ വളരെ എളുപ്പമാണ്. ഈ അഹങ്കാരത്തോടു കൂടി പറയുന്ന മനുഷ്യന് ഒരു സെക്കൻഡ് ഒരു പ്രളയം വന്നാൽ മതി, തീർന്നു. ഭൂമി വരെ ഇല്ലാതാക്കും. ഈ അമേരിക്ക ഏറ്റവും ശക്തനായ രാജ്യം എന്ന് പറയുന്നില്ല, സുനാമി വന്നു കഴിഞ്ഞാൽ അമേരിക്കക്കൊന്നും ശരിക്കും തടുക്കാൻ പറ്റില്ല. അത്രയും മാത്രം പ്രകൃതി ശക്തി ഉണ്ട്. അപ്പോൾ അതില്ല എന്ന് പറയുന്നവരോട് പറയേണ്ടത് അത് കാണിക്കുന്ന രീതി വേറെ രീതിയിലാണെന്ന് മാത്രം. നമ്മൾ ഉപകരണമൊന്നും ഇല്ലാതെ അത് വന്നടിച്ച് ഇതാ കാണിക്കും അതിൻ്റെ ശക്തി. പിന്നെ മനുഷ്യർ കണ്ടുപിടിച്ച ഈ ശക്തികൾ പുറം ലോകത്ത് നിന്ന് കണ്ടുപിടിച്ചതല്ല. ഈ കമ്പ്യൂട്ടറിനായാലും ശരി, സാറ്റലൈറ്റ് ആയാലും ശരി, അതിൽ ഘടിപ്പിച്ച ഓരോ മെറ്റൽസും ഭൂമിൻ്റെ അടിയിൽ നിന്ന് കണ്ടെത്തിയ സാധനങ്ങളാണ്. പ്രകൃതി ഓൾറെഡി മനുഷ്യനെ കണ്ടുപിടിക്കാൻ വേണ്ടി വെച്ചതാണെന്ന് ഞാൻ പറഞ്ഞ ആയിരിക്കൂടെ? ഈ ലോകത്ത് നിന്ന് കണ്ടുപിടിച്ച സാധനം ഉപയോഗിച്ചിട്ടാണോ നീ ഈ ലോകത്തെ നിയന്ത്രിക്കാൻ പോകുന്നത്? അപ്പോൾ ആ പ്രകൃതി ഉണ്ടാക്കിയ ആ മെറ്റലുകൾ, ഈ ഭൂമിയിൽ മണ്ണും ഈ കാറ്റും ഈ ശക്തികളും ഒക്കെ ഈ ഭൂമിയിൽ ഉണ്ടാക്കിയ ആ ശക്തിയുടെ പവർ എന്തായിരിക്കും? ഇത് ഭയങ്കരമായിരിക്കും. പിന്നെ ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി ഉണ്ടായി എന്ന് പറയുന്നവരോട് അതൊക്കെ ശുദ്ധ മണ്ടത്തരമാണ്. ഒരു നിയന്ത്രണവും ഇല്ലാതെ ഒന്നും ഇതാരും നിറയ്ക്കാതെ
തന്നെത്താൻ വന്ന് മുളച്ച സാധനമായിരുന്നെങ്കിൽ തന്നെത്താൻ തന്നെ അത് പോവും. അപ്പോൾ പോലും ഒരു കാര്യമില്ലല്ലോ. അപ്പോൾ പോലും നമ്മൾ ഇത്രയും കണ്ടുപിടിച്ചിട്ട് കാര്യമില്ല. മനുഷ്യൻ 1000 യുഗങ്ങൾ കണ്ടുപിടിച്ചതേ ഉള്ളൂ. ഈ 1000 വർഷമോ 2000 വർഷത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളെ ഇപ്പോൾ കാണുന്നുള്ളൂ ഈ എല്ലാം. അതിൻ്റെ മുമ്പത്തൊന്നും ഇല്ല. അപ്പോൾ ഇതും കുറച്ച് കഴിഞ്ഞാൽ ഇല്ലാതാവും. അപ്പം പിന്നെ നമ്മൾ ഈ അഹങ്കാരത്തോടു കൂടി ഇത്രയും മനുഷ്യൻ്റെ സയൻസാണ് വലുതെന്ന് പറയാൻ ആ സയൻസ് നിലനിൽക്കണ്ടേ? അതാണ് ഏറ്റവും വലിയ ശക്തി എന്നുള്ളത് ഞാൻ തെളിയിക്കാൻ. ഏറ്റവും വലിയ ശക്തി എന്ന് ഞാൻ സമ്മതിച്ചു തരണമെങ്കിൽ ഒരു മനുഷ്യനെങ്കിലും എന്താ പറയുക, ചിരഞ്ജീവിയായിട്ട് നിൽക്കണം. ഈ ലോകത്ത് എന്ത് സംഭവിച്ചാലും അവന് മരണം ഉണ്ടാകാൻ പാടില്ല. അവൻ അതീതനായിരിക്കണം. ദുഃഖവും എന്താ പറയുക, ഒരു വേദനയും ഒരു അസുഖവും ഒന്നുമില്ലാതെ ഭൂമി തന്നെ നശിച്ചാലും അവൻ മരണം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയുള്ള ആളുകളൊക്കെ ചിരഞ്ജീവിയുടെ ലിസ്റ്റിലൊക്കെ ചില പൗരാണിക കഥയിലൊക്കെ ഉണ്ട്. അതുവരെ ഇതുവരെ ചിരഞ്ജീവിനൊന്നും നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ കാണുന്ന മനുഷ്യരൊക്കെ ചത്ത് പോകുന്നു. അപ്പോൾ സ്വയം രക്ഷിക്കാൻ കഴിവില്ലാത്ത മനുഷ്യനാണ് ആ കണ്ടുപിടുത്തത്തിൽ ഒരു കണ്ടുപിടുത്തവും അവൻ്റെ മരണം തടുക്കുന്നില്ല. ഒരു പരിധി വരെ ചിലപ്പോൾ ഒരു മസ്തിഷ്കമൊക്കെ കുറേ കാലം സൂക്ഷിച്ചു വെക്കുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് സയൻസിന്. എന്തായാലും ഒരു പരിധിയുണ്ട് അത് സൂക്ഷിച്ചു വെക്കുന്നതിന്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഭൂമി തന്നെ പിളർന്നു കഴിഞ്ഞാൽ പിന്നെ ഈ സൂക്ഷിച്ചു വെച്ച സാധനം കണ്ട് കാര്യമുണ്ടോ? ഭൂമി തന്നെ ഭസ്മമായി എന്ന് വിചാരിക്കുക, പിന്നെ ഫുൾ പ്രളയം വന്ന് എല്ലാം ഇല്ലാതായി എന്ന് വിചാരിക്കുക. ഈ സാറ്റലൈറ്റ് ഒക്കെ അടിച്ചു പോയി എന്ന് കരുതുക. ആകാശത്ത് നിൽക്കുന്ന സാറ്റലൈറ്റിലാണല്ലോ നമ്മുടെ ഈ കംപ്ലീറ്റ് ഡാറ്റയൊക്കെ അവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ഡാറ്റ സിസ്റ്റമൊക്കെ ഭൂമിയിൽ പല സ്ഥലത്തും ഉണ്ട്. ഉണ്ടായാൽ തന്നെ ഇന്നത്തെ ലോകം നിൽക്കില്ല. ഈ ഡാറ്റ സിസ്റ്റമൊക്കെ ഇല്ലാതായി കഴിഞ്ഞാൽ ഫോൺ എങ്ങനെ പ്രവർത്തിക്കും? മനുഷ്യനെങ്ങനെ ജീവിക്കും? അതാ പറയുന്നത്, പ്രകൃതി ശക്തിയോട് മത്സരിക്കാൻ നിൽക്കരുത്. നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളൊക്കെ നന്നാക്കാൻ ഈ സയൻസിനെ കൊണ്ട് ഗുണം ചെയ്തു. പണ്ടത്തെ അപേക്ഷിച്ച് ഇന്ന് ഫെസിലിറ്റീസ് കൂടി, സൗകര്യങ്ങൾ കൂടി, അതുമാത്രം. പക്ഷേ AI സാധിക്കുമോ? AI പേടിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ബേസിക് കോൺസെപ്റ്റ് തന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാളെ പഠിപ്പിച്ച് വെക്കൂലേ, ഒരു സിസ്റ്റത്തിനെ പഠിപ്പിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് ആ പഠിപ്പിച്ച് വെച്ച ഇത് വെച്ച് ആണ് അത് കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ ഇത് നായയുടെ ചിത്രമാണ്. അത് നമുക്കെങ്ങനെയാണ് മനസ്സിലായത്? നമ്മൾ പണ്ട് മുതലേ നായിനെ കണ്ടിട്ടുണ്ട് അല്ലേ? ആ നായിന് ഇതുണ്ടാവും, വാലുണ്ടാവും, അതിൻ്റെ ഈ കളർ ഇങ്ങനെയാണ്, അത് കുരയ്ക്കും, അതെന്ന ഫീച്ചർ വെച്ചിട്ട് നമ്മളും. അപ്പോൾ നമ്മൾ ഈ ഫീച്ചർ വെച്ചിട്ട് സാധനം കാണുമ്പോൾ അതിനെ നായി എന്ന് നമ്മൾ പറയും, ഡോഗ് എന്ന് പറയും. അങ്ങനെയാണ് AI എന്ന്. അപ്പം മനുഷ്യൻ പഠിപ്പിച്ചിട്ട് വേണം അത് പഠിക്കാൻ. ഒരു IT ഫീൽഡ് പണിയെടുക്കുന്നതുകൊണ്ട് നമുക്കറിയാം, ഒരു സിസ്റ്റത്തിനെ AI ആക്കുന്നത് അങ്ങനെയാണ്. നമ്മളതിനെ എല്ലാ ഇൻഫർമേഷനും ഫീഡ് ചെയ്തിട്ട് ആ ഇൻഫർമേഷൻ ഉപയോഗിച്ചിട്ട് അത് ചിന്തിച്ചിട്ട് ഇങ്ങനെയായിരിക്കാം, ഇങ്ങനെയാണ് നായ ഉണ്ടാവുക, ഇങ്ങനെയാണ് പൂച്ച ഉണ്ടാവുക എന്നുള്ളത് ആ സിസ്റ്റം പഠിക്കുക. അതായത് പ്രോഗ്രാംസ് വഴി അത് സ്വയം ചിന്തിച്ചിട്ട് ആ ഇൻഫർമേഷൻ വെച്ചിട്ട് അത് ചിന്തിക്കുന്നത്. അല്ലാതെ ആ ഇൻഫർമേഷൻ അല്ലാത്ത ഇതുവരെ കാണാത്ത ഒരു ജീവിയുടെ രൂപം മുമ്പിൽ വന്നു കഴിഞ്ഞാൽ കുരയ്ക്കുന്നില്ല, മ്യാവ് പറയുന്നില്ല, അപ്പോൾ അത് ചിന്തിക്കുമേ എനിക്ക് ആകെ 2 അറിയൂ. അപ്പോൾ മനുഷ്യനിർമ്മിത സാധനത്തിന് അത്രയേ പവറുള്ളൂ. പ്രകൃതി ശക്തിക്ക് അങ്ങനെയല്ല, അതിൻ്റെ അപ്പുറം പവറുണ്ട്. അത് ഉണ്ടാക്കാത്ത ജീവികളില്ല. ഓരോ ദിവസവും വേറെ ജീവികളുണ്ടായി വരുന്നുണ്ടല്ലോ, പല ശക്തികളും വരുന്നുണ്ടല്ലോ. ഇവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്, ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്, ഇത് പല ഫോഴ്സും ഉണ്ട്. ഇതൊക്കെ പ്രകൃതിയിലുണ്ടായ സാധനം തന്നെയാണ്. അതിന് ഇവർ കണ്ടുപിടിച്ചപ്പോൾ ആപ്പിൾ പോവാത്തതിന് കാരണം ഈ ഫോഴ്സാണ് ഇവർ കണ്ടുപിടിച്ചത്. ഓൾറെഡി പ്രകൃതിയിലുള്ള ശക്തി തന്നെയാണ്. അത് പ്രകൃതി ശക്തിയുടെ ഭാഗം തന്നെയാണ്. ഇന്ന് ഈ ലോകം ഉണ്ടാക്കിയ ആ പരബ്രഹ്മം ഈ ലോകത്ത് പല സംഗതി നിറച്ച് അല്ലേ? കാറ്റ് പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിറച്ചു. ആ പഞ്ചഭൂതങ്ങളിൽ മണ്ണിൽ ഇന്ന മെറ്റൽസും പല ഇതൊക്കെ ഉണ്ട്. അതൊക്കെ മനുഷ്യനിപ്പം ഓരോന്ന് കണ്ടുപിടിച്ച് വരും. അതൊക്കെ ഓരോ പേരുകൾ അവനവർ രീതിയിലിട്ടാൽ ആ പ്രകൃതിക്ക് അങ്ങനെ പേരൊന്നും ഉണ്ടാവില്ലായിരിക്കും. മൊത്തത്തിൽ സയൻസ് മീൻസ് സ്റ്റഡി, പ്രകൃതി ശക്തിനെ, പരബ്രഹ്മത്തിൻ്റെ ശക്തിനെ പഠിക്കലാണ് സയൻസ് എന്ന് പറയുന്നത്. അല്ലാതെ പരശക്തിനെക്കാട്ടും വേറെ ഒരു ശക്തിനെ കണ്ടുപിടിക്കലല്ല. ഉണ്ടാക്കിയ ലോകം, സയൻസ്, യൂണിവേഴ്സ്, ആ യൂണിവേഴ്സിനെ പഠിക്കലാണ് സയൻസ് എന്ന് പറയുന്നത്. നമ്മളത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ വിചാരം ഇത് നമ്മൾ വലിയ എന്തോ കണ്ടുപിടിച്ചു, നമ്മൾ വേറെ ഒന്നും കണ്ടുപിടിക്കുന്നില്ല. ആ ബ്രഹ്മശക്തി, ആ പരശക്തി ഉണ്ടാക്കിയ സാധനത്തിനെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഇതിൽ ഇതുണ്ടായിരുന്നു,
ഇതിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടായിരുന്നു, മണ്ണിൽ ഈ മെറ്റൽ ഉണ്ടായിരുന്നു, അത് ഉപയോഗിച്ച് നമ്മൾ കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്നു. എന്നിട്ട് നമ്മുടെ വിചാരം നമ്മൾ ദൈവത്തിന് ഇങ്ങനെ പവർഫുള്ള്. അപ്പോൾ ദൈവം കൊടുത്ത സാധനം ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ എത്രത്തോളം നമ്മൾ ചിന്തിച്ച് നോക്ക്, ദൈവത്തിൻ്റെ ഉണ്ടാക്കിയ ഒരു സ്ഥലത്ത് നിന്നാണ് നമ്മൾ ഉണ്ടാക്കി വെച്ച ഒരു സാധനത്തെ നമ്മൾ പഠിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ദൈവം എങ്ങനെ ഉണ്ടാക്കിയെന്നും യഥാർത്ഥത്തിൽ അതാണ് സയൻസ് എന്ന് പറയുന്നത്. അത് നമ്മളിപ്പോഴും മനസ്സിലാക്കുന്നില്ല. അപ്പം ഇപ്പോൾ നമ്മൾ ചിന്തിച്ച് നോക്കിയേ, വേറൊരാൾ ഉണ്ടാക്കി വെച്ച പ്രോഗ്രാം നമ്മൾ അത് പഠിക്കുന്നു. വേറെ ആൾ ഉണ്ടാക്കി വെച്ച കേക്കെല്ലാം ഓൾറെഡി പണ്ട് മുതൽ ഉണ്ടാക്കി വെച്ചാണല്ലോ. ആ കേക്ക് ഉപയോഗിച്ചാണ് പുതിയ കേക്ക് ഉണ്ടാക്കുന്നത്. അല്ലാതെ ഈ പുതിയതായിട്ടൊരു സംഗതി ഒന്നിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മളെന്തെയോ ആ കേക്കിനെ പഠിക്കുന്നു, എങ്ങനെയാണ് ആദ്യത്തെ കേക്ക് ഉണ്ടായത്. ആ രീതിയിൽ വ്യത്യസ്തമായ സാധനം ഉപയോഗിച്ചിട്ട് നമ്മൾ വേറൊരു കേക്ക് ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ പ്രകൃതി ഓരോരു സാധനം ഉപയോഗിച്ച് ഇപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ തന്നെ ചിന്തിച്ച് നോക്കിയാൽ, കമ്പ്യൂട്ടറിൽ എങ്ങനെയാണ് വിവരം സൂക്ഷിച്ചു വെക്കുന്നത്? വയർ ഉപയോഗിച്ചിട്ട് ഒരു CPU ഉണ്ട്. CPU മെമ്മറി സ്റ്റോർ ചെയ്യും, ഡാറ്റ സ്റ്റോർ ചെയ്യും. ഡിസ്പ്ലേ മോണിറ്ററിൽ നമ്മൾ ആ സ്റ്റോർ ചെയ്ത ഡാറ്റ നമ്മൾ കാണുന്നു. ടൈപ്പ് ചെയ്യുന്ന ഇൻപുട്ട് കീബോർഡ് വെച്ചിട്ട് ഔട്ട്പുട്ട് ഒന്നാണ് ഇത്. ഈ വയറുകൾ ഈ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇതെവിടെ നിന്നാണ് ഈ മനുഷ്യന് ഈ ഐഡിയ കിട്ടിയത്? സ്വന്തം ശരീരത്തിൽ നിന്നാണ്. സ്വന്തം ശരീരത്തിൽ എങ്ങനെയാണ് പോകുന്നത്, ആ രീതിയിലാണ് കമ്പ്യൂട്ടർ ഉണ്ടാക്കിയത്. അതായത് മനുഷ്യൻ ആദ്യത്തെ കമ്പ്യൂട്ടർ ഉണ്ടാക്കുമ്പോൾ അവൻ സ്വന്തം ബോഡിയിലെ തന്നെയാണ് നോക്കിയത്. ആ ബോഡിയിൽ നമ്മുടെ ഡാറ്റ മെമ്മറിയിൽ നമ്മുടെ ബ്രെയിനിൽ സൂക്ഷിക്കുന്നു. അത് നമ്മൾ ഞരമ്പുകൾ വഴി നമ്മൾ നേരെ കണ്ണിലേക്ക്, കയ്യിലേക്ക് എല്ലാം വരുന്നു. കാര്യങ്ങളൊക്കെ നമ്മുടെ മെമ്മറിയിൽ സൂക്ഷിക്കുന്നു. നമ്മൾ അപ്പോൾ നമ്മുടെ ഇൻപുട്ട് മെമ്മറിയിൽ പോയിട്ട് റീഡ് ചെയ്തിട്ട് നമ്മുടെ കണ്ണിലേക്ക് കാണിക്കുന്നു എന്ന കാര്യം. അതായത് നമ്മുടെ ബ്രെയിൻ എങ്ങനെയാണോ ഉണ്ടാക്കിയത് ആ രീതിയിലാണ് കമ്പ്യൂട്ടർ ഉണ്ടാക്കിയത്. അല്ലാതെ കമ്പ്യൂട്ടർ പുതിയതായിട്ട് ചിന്തിച്ചെടുത്ത സാധനമല്ല. കണ്ടുപിടിച്ച എല്ലാം അവനവൻ്റെ അനുഭവത്തിൽ നിന്നും ഈ പ്രകൃതിയിൽ നിന്ന് കണ്ടതും കേട്ടതും മനുഷ്യ ശരീരത്തിൽ നോക്കിയിട്ടും ആ രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കിയത്. കമ്പ്യൂട്ടറും മൊബൈലും എല്ലാം ആ രീതിയിൽ ഉണ്ടാക്കിയതേ ഉള്ളൂ. അപ്പോൾ ചില മെറ്റൽസ് അത് ഭയങ്കരമായിട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഡാറ്റ മുഴുവൻ സ്റ്റോർ ചെയ്യാനുള്ള സംഭവം കണ്ടു. ചിപ്പ് മെറ്റൽസിലാണ് ഈ ഡാറ്റാസ് മുഴുവൻ സ്റ്റോർ ചെയ്യുന്നത്, ഈ ചിപ്പിലൊക്കെ. അപ്പം ആ ഒരു കണ്ടുപിടുത്തം മനുഷ്യൻ കണ്ടുപിടിച്ചു. എന്നാൽ മെറ്റൽസ് എവിടെ നിന്ന് കിട്ടി? ഭൂമീൻ്റെ അടിയിൽ നിന്ന്. ഈ ഭൂമീൻ്റെ അടിയിൽ ആര് നിറച്ചു? അതിനുത്തരവില്ല. അത് തന്നെത്താനൊന്നുണ്ട്. ഇതിൻ്റെ അടിയിലൊക്കെ ഇതൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഈ മണ്ണിൽ പല പല സാധനങ്ങളും പല പല രഹസ്യങ്ങളും പല പല മെറ്റൽസും ഇതിലുണ്ട്. അത് കണ്ടുപിടിക്കണം. മനുഷ്യനെ ഇങ്ങനെ കണ്ടുപിടിച്ച് വരുന്നത് മനുഷ്യൻ വലിയ എന്തോ സംഭവം കണ്ടുപിടിക്കുന്ന പോലെ തന്നെയാണ്. ശക്തിയിൽ നിന്നാണ് മനുഷ്യൻ ഓരോന്ന് പഠിച്ചിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രകൃതിയിൽ നിന്ന് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ആ രീതിയിൽ ഇവർ ആ മെഷീനിലിടുന്നു. അങ്ങനെ ആ രീതിയിൽ തന്നെയാണ് എല്ലാ മെഷീനും ഡിസൈൻ ചെയ്തത്. അല്ലാതെ പുതിയതായിട്ടൊരു സംഗതി ഒന്നും പുതിയ വ്യത്യസ്ത രീതിയിൽ ഈ പ്രകൃതി ഇല്ലാത്ത ഒരു സാധനം വെച്ചിട്ട് വേറൊരു മാർസിൽ നിന്ന് കണ്ടുപിടിച്ച സാധനവും പോലും ഇല്ല. മാർസിൽ നിന്ന് കണ്ടുപിടിച്ചാലും അത് ദൈവം ഉണ്ടാക്കി. ഈ സോളാർ സിസ്റ്റം ഉൾപ്പെടെ അനേക പ്രപഞ്ചം ദൈവം ഉണ്ടാക്കിയതാണ്, ബ്രഹ്മ ഉണ്ടാക്കിയതാണ്. അങ്ങനെയാണെങ്കിൽ അതും അങ്ങനെ പറയാം. പക്ഷേ വേറൊരു പ്ലാനറ്റിൽ നിന്ന് ഉണ്ടാക്കിയ സാധനമല്ല, ഭൂമിയിൽ നിന്ന് എടുത്ത സാധനം ഉപയോഗിച്ചാണ് മനുഷ്യൻ ഇത്രയും കണ്ടുപിടുത്തം. അപ്പം പിന്നെ ഭൂമി ശക്തിനെ നമുക്ക് എതിർക്കാൻ പറ്റുമോ? അവർ തന്ന സാധനം വെച്ച് പഠിച്ചിട്ട് അവരെ തന്നെ എതിർക്കാം? ഒരിക്കലും കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല, ചിന്തിക്കാൻ പോലും പറ്റില്ല. മനുഷ്യൻ ചെറുങ്ങനെ പിച്ച വെച്ച് ഇങ്ങനെ കണ്ടുപിടിച്ചു കൊടുക്കുക. ഓൾറെഡി ഈ പ്രകൃതിയൊക്കെ കണ്ടുപിടിച്ചും കഴിഞ്ഞു. നമ്മുടെയൊക്കെ ചിന്തക്ക് മുകളിലാണ് ഈ സംഗതി പ്രകൃതി എന്നത്. ഒരിക്കലും അതിന് കമ്പയർ ചെയ്യാൻ പറ്റില്ല, അതിനെ ഓവർകം ചെയ്യാനേ പറ്റൂല. അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ തന്നെ മനുഷ്യന്, ഞാൻ പറയട്ടെ, മരണത്തെ ഓവർകം ചെയ്യാൻ പറ്റീന? ഇതുവരെ തടഞ്ഞു നിർത്താൻ പറ്റീന? ജീവൻ പുതിയതായിട്ട് കൊണ്ടുവരുന്നത് വലിയ കണ്ടുപിടുത്തമായിട്ട് വരുന്നുണ്ട്. പക്ഷേ മരണത്തെ എടുക്കാൻ പറ്റിയ സ്വയം? അങ്ങനെയാണെങ്കിൽ ആ കണ്ടുപിടിച്ച ആൾ സ്വയം ജീവൻ രക്ഷിച്ചൂടെ? അങ്ങനെ ഒരു കണ്ടുപിടുത്തം ഉണ്ടായി സ്വന്തം മരണം തടയാൻ പറ്റിക്കഴിഞ്ഞാൽ, അവന് ചിരഞ്ജീവി ആവാൻ പറ്റിക്കഴിഞ്ഞാൽ, അതാണ് ഏറ്റവും വലിയ കണ്ടുപിടുത്തം. അവന് മരണമേ ഇല്ല. അപ്പം ബോഡി എന്ത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല, ബോഡി ചീഞ്ഞ് മാറൂല്ലേ? അപ്പോൾ അതാണ് മരണം തടഞ്ഞു നിർത്തിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ മനുഷ്യൻ്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ അതെങ്ങനെ തടഞ്ഞു നിർത്തുമെന്ന് എനിക്കല്ല, അതും നമുക്കറിയത്തില്ല. ഇന്നുവരെ ഇതാരും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പുതിയ ജീവൻ ഉണ്ടാക്കാൻ കണ്ടുപിടിച്ചു എന്ന് വലിയ കാര്യം തന്നെ. പക്ഷേ അതന്നെ ഒരു ഇതേ ഉള്ളൂ. നമ്മുടെ ജീവൻ സംരക്ഷിക്കാൻ പറ്റുന്നില്ലെങ്കിൽ
പിന്നെ ഒരു കണ്ടുപിടുത്തത്തിലും കാര്യമില്ല. ഈ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ കൂടുതൽ കണ്ടുപിടിക്കാൻ അവൻ ജീവനോടെയൊക്കെ ഉണ്ടാവണ്ടേ. 100 കൂടുതൽ വയസ്സ് മനുഷ്യനേക്ക് അധികം ജീവിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ മനുഷ്യൻ കണ്ടുപിടിച്ചിട്ട് ആ ഒരു ലെവൽ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പം ആ മനുഷ്യൻ മരണത്തെ തടഞ്ഞു നിർത്താൻ പറ്റിയ ആ മനുഷ്യൻ ചിലപ്പോൾ ചിരഞ്ജീവി ആവാൻ പറ്റും. അതാണെങ്കിലും അത് ചിലപ്പോൾ മാറ്റം വരാൻ നോക്കാം. അതല്ലാത്തടത്തോളം കാലം ആ ശക്തി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ പ്രകൃതി ആ മനുഷ്യൻ എന്ത് ചെയ്യുമെന്നുള്ളത് നമുക്കറിയില്ല. ഇന്ന് വരെ പ്രകൃതി അങ്ങനെ ഒരു ബാലൻസിൽ നിൽക്കുകയാണ്. എല്ലാ ശക്തികളുടെ രഹസ്യമൊന്നും പ്രപഞ്ച രഹസ്യമൊന്നും ഒരു മനുഷ്യനും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അഥവാ കണ്ടുപിടിക്കാൻ ചിലവർക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ, അതായത് ആത്മീയ തലത്തിലൊക്കെ ശങ്കരാചാര്യരും പലവരും ആ ഒരു രഹസ്യം കണ്ടുപിടിച്ചെന്ന് വന്നിട്ടുണ്ടാവും. അവരൊന്നും പിന്നെ ആ രഹസ്യം പറഞ്ഞു തന്നിട്ടില്ല. അപ്പോൾ അതാ പറഞ്ഞത്, അതുണ്ടാവില്ല. പ്രകൃതി തന്നെ ഇല്ലാതാക്കും. പ്രകൃതി തൻ്റെ നഷ്ടപ്പെട്ട കര ഫ്ലഡ് വഴി തിരിച്ചു പിടിക്കുന്ന പോലെ ചിലപ്പോൾ അത് തിരിച്ചു പിടിച്ചെന്ന് വരാം. അപ്പോൾ അത് നമുക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും മനുഷ്യന് അതുവരെ തൻ്റെ ശക്തികളൊന്നും ഒരു സയൻസ് മീൻസ് ഇറ്റ്സ് എ സ്റ്റഡി ഓഫ് എർത്ത്. ഭൂമിയിലുള്ള ശക്തികളെക്കുറിച്ചുള്ളൊരു പഠനം, ഭൂമിയിലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനം, അതാണ് സയൻസ് എന്ന് പറയുന്നത്. വേറെ ഒന്നുമില്ല. ഭൂമി അല്ലെങ്കിൽ സോളാർ യൂണിവേഴ്സ്, വാട്ടെവർ, അത്രയേ ഉള്ളൂ. നമസ്കാരം.